ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. ഒരു സ്പെഷ്യൽ പക്കോടയാണ്. എന്ത് പക്കോടയാണെന്ന് പറയാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവരോടും കൂടിയാണ് പറയുന്നത്, നിങ്ങൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്ഷൻസിൽ ഓൾ തന്നെയാണോ സെലക്ട് ചെയ്തതെന്നൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അത് സെലക്ട് ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം എന്ത് പക്കോടയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. ഞാനിവിടെ ചെറുപയർ പരിപ്പ് വെച്ചിട്ടാണ് പക്കോട തയ്യാറാക്കുന്നത്. നമ്മൾ പ്രഥമനൊക്കെ തയ്യാറാക്കുമ്പോൾ എടുക്കുന്ന പരിപ്പ്, ചെറുപയർ പരിപ്പ്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് ചെറുപയർ പരിപ്പ് 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതായിരുന്നു. അപ്പോൾ 4 മണിക്കൂറിന് ശേഷം വെള്ളമൊക്കെ ഊറ്റി ചെറുപയർ പരിപ്പ് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഊറ്റി വെച്ചതാണ്. ഇനി ഇത് അരച്ചെടുക്കണം. അപ്പോൾ ഇത് 1 കപ്പുണ്ട്, കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മുഴുവനും ഒരുമിച്ച് അരച്ചെടുക്കുന്നില്ല, 2 തവണയായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഈ ഒരു സൈസിലുള്ള കഷ്ണമാണ് എടുക്കുന്നത്. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. മുഴുവൻ ഒരുമിച്ച് ചേർക്കുന്നില്ല, 2 തവണ അരച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ 2 തവണയായിട്ട് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ അരച്ചെടുക്കുമ്പോൾ ചേർക്കുന്നില്ലെങ്കിൽ നമുക്ക് സവാളയൊക്കെ ചേർക്കുമ്പോൾ അതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ വെള്ളം ആവശ്യമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. 2-3 ടേബിൾ സ്പൂൺ മാത്രം മതിയാകും. അപ്പോൾ ഞാനിവിടെ വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വന്ന ചെറുപയർ പരിപ്പ് നമുക്ക് അരച്ചെടുക്കാം. ഇതേപോലെ ബാക്കി വന്ന ഇഞ്ചിയും ആവശ്യമെങ്കിൽ ഉപ്പും വെള്ളമൊക്കെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ ആദ്യം കായം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കായം ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ജീരകം, സാധാരണ ജീരകമാണ്, 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എരിവ് കുറവായിരിക്കും. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ വേണമെങ്കിൽ പച്ചമുളക് ഒഴിവാക്കാം. പകരം മുളക് പൊടിയുടെ അളവ് കുറച്ച് കൂടുതൽ എടുക്കാം. അടുത്തതായിട്ട് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു മീഡിയം സൈസിലെ സവാളയാണ് എടുത്തിട്ടുള്ളത്, ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്. സവാള ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അടുത്തതായിട്ട് അരിപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടി ഇല്ലെങ്കിൽ അതിന് പകരം കടലമാവോ അല്ലെങ്കിൽ കോൺഫ്ലോറോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വേഗം തന്നെ പക്കോട തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ നമ്മളെ ബാറ്റർ ഇതാ ഇങ്ങനെ ഇരിക്കും. അധികം ടൈറ്റ് ആവാനും പാടില്ല, എന്നാൽ ലൂസ് ആവാനും പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും. അപ്പോൾ ബാറ്റർ ലൂസായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ റൈസ് ഫ്ലോർ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കടലമാവ് ഉണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കടലമാവൊക്കെ ചേർത്തിട്ട് ബാറ്റർ കുറച്ച് ടൈറ്റ് ആക്കാം. ഓയിൽ ഇവിടെ ചൂടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ചൂടായ ഓയിലിലേക്ക് ബാറ്ററിൽ നിന്നും ഓരോ സ്പൂൺ വീതം കോരി ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇത് മീഡിയം ഫ്ലെയിമിലാണ് ഇടേണ്ടത്. മീഡിയം ഫ്ലെയിമിലിട്ടുകൊണ്ട് കുറച്ച് ടൈം എടുത്ത് കുക്ക് ചെയ്യണം. കാരണം പക്കോടയുടെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ചെറുപയർ പരിപ്പ് പക്കോട റെഡി ആയിട്ടുണ്ട്.
നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പക്കോടയാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒന്ന് തയ്യാറാക്കി കൊടുത്ത് നോക്കൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ കൂടി എന്നെ അറിയിക്കണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും വേണം. അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസുമായിട്ട് ഇനിയും കാണാം. താങ്ക്